നമസ്കാരം, ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. മമ്മികളെ കുറിച്ചെല്ലാം നമുക്കെല്ലാം അറിയാം. വളരെ ചെറിയ ക്ലാസ്സുകൾ മുതൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഈജിപ്തിലെ മമ്മികളെ കുറിച്ച് അറിയാത്തവരായി ആരും ഉണ്ടായിരിക്കില്ല. പക്ഷെ അതിൽ ഓരോ കല്ലറകളിലും അല്ലെങ്കിൽ ഓരോ മമ്മിക്കും വ്യത്യസ്തത ഉണ്ടാകാറുണ്ട്. അങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് ഇന്ന് ചരിത്രഭൂമികയിൽ പരിചയപ്പെടുത്തുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിലെ കെസ്വാനിയിൽ മമ്മികളെ കണ്ടെത്തിയിരുന്നു. പലപ്പോഴും പുരാവസ്തു ഗവേഷകർക്ക് മമ്മികളെ ലഭിക്കാറുണ്ട്. പക്ഷേ ഇത് ഏവരെയും അത്ഭുതപ്പെടുത്തിയ ഒന്നാണ് ഇപ്പോൾ അടുത്തിടെ കിട്ടിയ മമ്മി. കണ്ടെത്തിയ മമ്മികളിൽ നാക്കുകളുടെ സ്ഥാനത്ത് സ്വർണ്ണ നാക്കാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മധ്യ നൈൽ ഡെൽറ്റയിൽ ഉൾപ്പെട്ട കെസ്വാന മേഖലയെ 1989 കണ്ടെത്തിയത്. ഈജിപ്ത് ചരിത്രത്തിലെ ടോളമിക് റോമൻ കാലഘട്ടങ്ങളിൽ 300 BC മുതൽ 640 AD വരെയുള്ള കാലം ജനവാസ മേഖലയായിരുന്നു അന്ന് ഈ സ്ഥലം. സ്വർണ്ണ നാക്കുള്ള മമ്മികൾ കൂടാതെ അസ്ഥികളിൽ സ്വർണം പൂശിയ മമ്മികളെയും കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് സ്വർണത്തിൽ നിർമ്മിച്ച ചെല്ലികളുടെയും താമര പുഷ്പങ്ങളുടെയും ശില്പങ്ങളും ഇവിടെ നിന്ന് കണ്ടെത്തി. ഈജിപ്തിന്റെ തലസ്ഥാനം കെയ്റോയ്ക്ക് 220 കിലോമീറ്റർ തെക്കായി സ്ഥിതി ചെയ്യുന്ന എൽബാഗ്നാസ എന്ന പുരാവസ്തു നാവിൽ ഉണ്ടായ പുരുഷന്റെയും സ്ത്രീയുടെയും നാവ് സ്വർണം കൊണ്ടുള്ളത് ആയിരുന്നു. സ്പാനിഷ് പുരാവസ്തു മിഷനാണ് ഗവേഷണവും പര്യവേഷണവും നടത്തിയത്. ഈജിപ്തിന്റെ പുരാവസ്തു മന്ത്രാലയമാണ് വാർത്ത പുറത്തുവിട്ടത്. 525 BC വരെ ഈജിപ്ത് ഭരിച്ച സൈറ്റ് സാമ്രാജ്യത്തിന്റെ കാലത്തുള്ളതാണ് മമ്മികളെന്നാണ് പുരാവസ്തു ഗവേഷകർ പറയുന്നത്. പൂർണ്ണമായും അടച്ചു ബന്ദോബസ്താക്കപ്പെട്ട നിലയിലാണ് പുരുഷ മമ്മിയുടെ കല്ലറ കാണപ്പെട്ടത്. തികച്ചും അപൂർവമാണ് ഇത് എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. കല്ലറയ്ക്കുള്ളിൽ 4 ഭരണികളും ലോക്കറ്റുകളും അനേകം രൂപങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ സ്ത്രീ മമ്മിയുടെ കല്ലറ നേരത്തെ തുറക്കപ്പെട്ടിരുന്നു എന്നും അത്ര നല്ല കണ്ടീഷനിൽ ആയിരുന്നില്ല എന്നുമാണ് പര്യവേഷകർ പറയുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ ഒരു ചെറിയ നാക്കുകൂടി ഉണ്ടായിരുന്നു. ഇത് 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ മൃതശരീരത്തിനൊപ്പമുള്ളതാണെന്നാണ് ഗവേഷകർ പറയുന്നത്. ഓസിറിഞ്ചസ് എന്നും അറിയപ്പെടുന്ന എൽബാഗ്നാസ മേഖലയിൽ എപ്പോഴും ഖനന പ്രവർത്തനങ്ങൾ തകൃതിയാണ്. ടോളമി രാജവംശത്തിന്റെ കാലത്തുള്ള പ്രശസ്തമായ കുറെ പാപ്പിറസ് ചുരുളുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ നിന്ന് കണ്ടെത്തിയത് ലോകശ്രദ്ധ നേടിയിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്വർണ്ണ നാക്ക് മമ്മികളിൽ വെക്കുന്നത് എന്നുള്ള പഠനത്തിന് ഉത്തരം ലഭിച്ചിട്ടുണ്ട്. മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്ന സമൂഹമാണ് പൗരാണിക ഈജിപ്ഷ്യൻ ജനത. മരണത്തിന് ശേഷം ആത്മാവ് അധോലോകത്തിൽ എത്തുമെന്നായിരുന്നു അവരുടെ വിശ്വാസം. അവിടെ എത്തിയാൽ മരണാനന്തര ജീവിതത്തിന്റെ ദേവതയായ ഒസിരിസുമായി ആത്മാവിന് സംസാരിക്കാനാണ് സ്വർണ്ണ നാക്കുകൾ വെച്ചിരുന്നത് എന്ന് വിദഗ്ധർ സംശയിക്കുന്നു. 2021 ഫെബ്രുവരിയിൽ ഈജിപ്തിലെ പ്രശസ്ത നഗരമായ അലക്സാണ്ട്രിയയ്ക്ക് സമീപം തപോസിരിസ് മാഗ്ദ എന്ന ക്ഷേത്രത്തിലും സ്വർണ്ണ നാക്കുള്ള മമ്മിയെ ലഭിച്ചിരുന്നു. എന്നാൽ ഈജിപ്തിൽ കണ്ടെടുത്ത ഭൂരിഭാഗം മമ്മികൾക്കും ഇങ്ങനെ സ്വർണ്ണ നാക്കുകൾ ഉണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. കൂടുതൽ ചരിത്ര സംഭവങ്ങളുമായി വീണ്ടും വരാം. ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യൂ.